ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ എബ്രഹാം മാത്യൂസ്, തിരുവനന്തപുരം. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ പ്രബോധിപ്പിക്കുന്ന, രേഖപ്പെടുത്തുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഈ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. അതിലേറ്റവും പ്രധാനമായ ഒന്നാണ് സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായ ക്രിസ്തു. യേശുക്രിസ്തു തന്നെ ഒരിക്കൽ തൻ്റെ അടുക്കൽ വന്നവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. ലോകത്തിലെ എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിച്ചിട്ടുള്ള, ഇനി പ്രകാശിപ്പിക്കുവാൻ കഴിവുള്ള ഒരാളാണ് കർത്താവായ യേശുക്രിസ്തു. വെളിച്ചം എന്ന് നാം ചിന്തിക്കുമ്പോൾ അതൊരു ആളത്വമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. നിത്യനായ ദൈവം ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. അവിടുത്തെ ജനനത്തിങ്കൽ ദൂതന്മാരുടെ വിളംബരം തന്നെയും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവത്തിൻ്റെ വെളിച്ചം, ദൈവത്തിൻ്റെ സമാധാനം മനുഷ്യരിലേക്ക് താണിറങ്ങി. ദൈവത്തിൽ നിന്നുള്ള വെളിച്ചവും സമാധാനവും ലഭിക്കാത്ത എല്ലാ വ്യക്തികളും, കുടുംബങ്ങളും, രാഷ്ട്രങ്ങളും ഇരുട്ടിലും അസമാധാനത്തിലുമാണ്. ധനത്തിനോ സൗന്ദര്യത്തിനോ വിദ്യാഭ്യാസത്തിനോ സംസ്കാരത്തിനോ ആദർശങ്ങൾക്കോ സിനിമയ്ക്കോ ലഹരി വസ്തുക്കൾക്കോ ബഹുമതിക്കോ അധികാരത്തിനോ ആഡംബരത്തിനോ യഥാർത്ഥ വെളിച്ചമോ സമാധാനമോ തരുവാൻ കഴിയുകയില്ല. യഥാർത്ഥ വെളിച്ചം ലഭിക്കണമെങ്കിൽ, സമാധാനം ലഭിക്കണമെങ്കിൽ അത് തരുന്ന വ്യക്തിയിലേക്ക് നാം അടുത്തു വരണം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെയാണ് വെളിച്ചം, ഞാനാണ് എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവവുമായി സമാധാനവും സന്തോഷവും സഹിത്വവും ആസ്വദിക്കാനാണ്. എന്നാൽ ആദ്യ മനുഷ്യരായ ആദമും ഹവ്വയും ചെയ്ത പാപനിമിത്തം മനുഷ്യന് ഇതെല്ലാം നഷ്ടപ്പെട്ടു. അവൻ അന്ധകാരത്തിൻ്റെ കീഴിലായി. അസമാധാനം അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തീർന്നു. ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ എല്ലാവരും പാപികളായി ജനിക്കുന്നു. ലോകത്തിൽ മനുഷ്യൻ്റെ നേട്ടങ്ങൾ മുഴുവനും പാപത്തിൻ്റെ ആഴത്തിൽ മുങ്ങിപ്പോകും. മാത്രമല്ല, മരണാനന്തര ജീവിതം നിത്യനരകത്തിലും കഴിയുന്നു. ഹോ, എത്ര ഭീകരം അല്ലേ! പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. നമുക്ക് പരിചിതമായ മരണം ആത്മാവും ശരീരവും തമ്മിൽ വേർപെടുന്നതാണ്. എന്നാൽ പാപം കാരണം ശാരീരിക മരണം മാത്രമല്ല, ആത്മീയ മരണവും സംഭവിച്ചു. ശാരീരിക മരണം നമുക്ക് തടയുവാൻ കഴിയുകയില്ലെങ്കിലും ആത്മീയ മരണത്തിന് പരിഹാരമുണ്ട്. അതായത് പാപം കാരണം ആത്മീയമായി മരിച്ചിരിക്കുന്ന, അഥവാ ദൈവവുമായി വേർപെട്ട താങ്കളെ ക്രിസ്തുവിൽ കൂടെ ജീവിപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ഈ വലിയ കാര്യത്തെ, അഥവാ ഈ വെളിച്ചത്തെ, ഈ സമാധാനത്തെ, ഈ രക്ഷയാണ് നാം സ്വീകരിക്കേണ്ടതും ഏറ്റുപറയേണ്ടതും. ഇതിനുവേണ്ടിയാണ് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് പാപപരിഹാര ബലിയായി ക്രൂശിൽ മരിച്ച് മനുഷ്യൻ്റെ നരകശിക്ഷയ്ക്കുള്ള പരിഹാരമായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നത്. പ്രിയ സുഹൃത്തെ, മനുഷ്യൻ്റെ പാപപരിഹാരത്തിനുള്ള എല്ലാ പ്രവൃത്തിയും യേശു ക്രൂശിൽ നിവർത്തിച്ചു. ലോകസ്ഥാപനത്തിന് മുമ്പ് തുടങ്ങിയ ഈ പ്രവൃത്തി ക്രൂശിൽ പൂർണ്ണമായി. നാം ഓരോരുത്തരും അത് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞാൽ
ദൈവമക്കളായി യഥാർത്ഥ വെളിച്ചവും സമാധാനവും അനുഭവിക്കുവാൻ കഴിയും. നമുക്ക് ഏറ്റവും ആവശ്യവും അതുതന്നെയാണ്. ഈ ലോകത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ സമാധാനവും വെളിച്ചവും അവരുടെ ജീവൻ ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ ദാനത്തേക്കാൾ മെച്ചമായ മറ്റൊന്നില്ല. ആ വെളിച്ചം ദൈവം തരുമ്പോൾ അതൊരിക്കലും അണഞ്ഞു പോകുകയില്ല. ദൈവം തരുന്ന സമാധാനവും അങ്ങനെ തന്നെയാണ്. ഈ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങൾ രക്ഷിതാവായി നിങ്ങൾ അംഗീകരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് നിത്യമായ സമാധാനവും യഥാർത്ഥ പ്രകാശവും അവൻ നിങ്ങൾക്ക് തരും. സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണും. ഈ പ്രകാശം കണ്ട് ഈ സമാധാനം അനുഭവിച്ച് ഒരു പുതിയ ജീവിതത്തിന് തുടക്കമിടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ദേശം ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.